സ്മാർട്ട് കോർണറിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്ററിലുള്ള പ്രായോഗിക മലയാളം എന്ന കോമൺ പേപ്പറിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ബ്ലോക്കായിട്ടുള്ള എഴുത്തിലെ അവസാനത്തെ യൂണിറ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മളുടെ പാഠഭാഗത്തിൻ്റെ പേര് ഭാഷയും ആശയവിനിമയവുമാണ്. ഈ ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് 3 പാഠഭാഗങ്ങളാണ്, 3 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ഭാഷയും ആശയവിനിമയം എന്നുള്ള ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ള ഡോക്ടർ KM പ്രഭാകര വാര്യരാണ്. അദ്ദേഹം ഒരു ഭാഷാ സാഹിത്യ ഗവേഷകനാണ്, അധ്യാപകനാണ്. കൂടാതെ വിവിധ സർവകലാശാലകളിൽ വിദഗ്ധ സമിതികളിൽ അംഗമായി ഇരുന്നിട്ടുണ്ട്. മദ്രാസ് ഫിലിം സെൻസ് ബോർഡിലെ ഉപദേശക സമിതിയിൽ അംഗവുമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അതേതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. IC ചാക്കോ എൻഡോമെന്റ് അവാർഡ്, കുപ്പം ദ്രാവിഡ സർവകലാശാലയിലെ മികച്ച ഗവേഷകർക്കുള്ള അവാർഡ്, സിബികുമാർ എൻഡോമെന്റ് അവാർഡ്, മലയാളം സ്കോളർ അവാർഡ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹം എഴുതിയ കൃതികൾ ഏതെല്ലാം എന്നാണ്. ഒന്നാമത്തത് ആധുനിക ഭാഷാശാസ്ത്രം, കവിതയിലെ ഭാഷ, ശൈലീശില്പം, ഭാഷയും മനഃശാസ്ത്രവും, സ്റ്റഡീസ് ഇൻ മലയാളം ഗ്രാമർ, സ്വനിമ വിജ്ഞാനം, ഗവേഷണ പദ്ധതി തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളായിട്ട് വരുന്നത്. സാമൂഹ്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും പരസ്പര ബന്ധത്തിനുമെല്ലാം നിദാനമായി വർത്തിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് ആശയവിനിമയം. ആശയവിനിമയമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല, അല്ലേ? നമ്മളെല്ലാം ആശയവിനിമയം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആശയവിനിമയത്തെക്കുറിച്ച്, അതിൻ്റെ ഭാഷ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു പ്രായോഗിക മലയാളത്തിലെ എല്ലാ പാഠഭാഗങ്ങളുടെയും ഷോർട്ട് നോട്ട്, ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. മനുഷ്യർ മാത്രമല്ല ആശയവിനിമയം ചെയ്യുന്നത്, മനുഷ്യേതര ജീവികളും ആശയവിനിമയം ചെയ്യുന്നുണ്ട്. മനുഷ്യേതര ജീവികളുടെ ആശയവിനിമയ രീതിയെ ഭാഷ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധില്ല. മനുഷ്യരുടെ ആശയവിനിമയത്തെയാണ് ഭാഷ കൊണ്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഭാഷ ഒരു ഉപാധിയായി മാറുന്നത്. ആശയവിനിമയം എന്നുള്ള സങ്കല്പത്തിന് 2 വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഘടകം ആശയം ഉത്ഭവിക്കുന്ന ഘടകവും, രണ്ടാമത്തത് ആശയം എത്തിച്ചേരുന്ന ഘടകവും. അതായത് ഒരു കാര്യം പറയുന്ന ഒരാളുണ്ടാവും, കേൾക്കുന്ന ഒരാളും ഉണ്ടാവും, അല്ലേ? ഇതാണ് ആശയം ഉത്ഭവിക്കുന്ന ഘടകമെന്നും ആശയം എത്തിച്ചേരുന്ന ഘടകമെന്നും പറയുന്നത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആരാണോ പറയുന്നത് അയാൾ ഉത്ഭവിക്കുന്ന സ്ഥാനവും, ആരാണോ കേൾക്കുന്നത് അയാൾ പ്രാപ്യസ്ഥാനവുമാണ്. അപ്പോൾ ഇതൊക്കെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്താണ് പ്രാപ്യസ്ഥാനം, ആരാണ് ഉത്ഭവസ്ഥാനം, ഇതൊക്കെയാണ് ചോദിക്കുക. അല്ലെങ്കിൽ ആശയവിനിമയ സങ്കല്പത്തിലെ 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്ഭവസ്ഥാനത്ത് നിന്നുള്ള സന്ദേശം പ്രാപ്യസ്ഥാനത്തേക്ക് എത്തുമ്പോഴാണ് ആശയവിനിമയം നടക്കുന്നത്. സന്ദേശം അമൂർത്തമായ പ്രതിഭാസമായതിനാൽ ഉത്ഭവ കേന്ദ്രത്തിനും പ്രാപ്യസ്ഥാനത്തിനും ഇടയിലും സ്വാഭാവികമോ കൃത്യമോ ആയ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ സന്ദേശത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെ മാധ്യമം എന്നാണ് പറയുന്നത്. ഈ മാധ്യമത്തെയാണ് സഞ്ചാരപഥം എന്ന് പറയുന്നത്. അതായത് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കുന്നു. വായുവാണ് ഇവിടെ മാധ്യമമാകുന്നത്, സഞ്ചാരപഥമാകുന്നത് വായുവാണ്. ഈ വായുവിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഈ സഞ്ചാരപഥത്തിൽ വെച്ചാണ് നമ്മൾ പറയുന്ന സന്ദേശത്തെ അതേപോലെ മറ്റൊരാൾക്ക് മനസ്സിലാകില്ല. നമ്മൾ കേൾക്കുന്ന ആളുടെ ചെവിക്ക് നമ്മൾ ശബ്ദത്തെ ശബ്ദമായാൽ മനസ്സിലാകില്ല. പകരം എന്ത് ചെയ്യണം? അതിനെ തരംഗങ്ങളാക്കി മാറ്റണം. ഇങ്ങനെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റുന്നത് ഈ സഞ്ചാരപഥത്തിൽ വെച്ചിട്ടാണ്. ഇപ്രകാരം സഞ്ചാരപഥത്തിന് അനുഗുണമായ രൂപപരിണാമം വരുത്തിയാലേ സന്ദേശത്തെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. ആ സന്ദേശത്തെ രൂപഭേദം ചെയ്യുന്നതിന് സങ്കേതനം എന്നാണ് പറയുന്നത്. ആ കർമ്മത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഘടകത്തെ പ്രേഷകം എന്നാണ് പറയുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എന്താണ് സങ്കേതനം എന്ന് ചോദിക്കാം, എന്താണ് പ്രേഷകം എന്ന് ചോദിക്കാം. ഇതെല്ലാം ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് സങ്കേതനം എന്ന് പറഞ്ഞാൽ,
നമ്മുടെ സന്ദേശത്തെ, ഉത്ഭവസ്ഥാനത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള സന്ദേശത്തെ തരംഗങ്ങളാക്കി മാറ്റുന്ന പ്രവൃത്തിയെയാണ് സങ്കേതനം എന്ന് പറയുന്നത്. ഇങ്ങനെ തരംഗങ്ങളാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമുണ്ടാകുമല്ലോ, ആ ഘടകത്തെയാണ് പ്രേഷകം എന്ന് പറയുന്നത്. ആശയത്തിനും ചിഹ്നത്തിനും തമ്മിൽ സ്വാഭാവികമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. ചിഹ്നം എന്ന് പറയുന്നത് ഈ സന്ദേശങ്ങളെ നമ്മൾ ശബ്ദ തരംഗമാക്കി മാറ്റുമല്ലോ, ഈ തരംഗങ്ങളെയാണ് ചിഹ്നം എന്ന് പറയുന്നത്. ഈ ആശയത്തിനും ചിഹ്നത്തിനും തമ്മിൽ സ്വാഭാവികമായിട്ട് ബന്ധമൊന്നുമില്ല, എന്നാൽ ഇവ തമ്മിൽ വ്യവസ്ഥാപിത ബന്ധം മാത്രമാണുള്ളത്. സാങ്കേതിക ചിഹ്നങ്ങളെ അവയുടെ പൂർവ്വരൂപമായ ആശയമാക്കി മാറ്റുന്നതിനാണ് വിസങ്കേതനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പഠിച്ചു, ശബ്ദത്തെ തരംഗങ്ങളാക്കി മാറ്റുന്നതിന് സങ്കേതനമെന്നും ഈ തരംഗങ്ങളെ വീണ്ടും ശബ്ദമാക്കി മാറ്റുന്നതിന് വിസങ്കേതനം എന്നുമാണ് പറയുന്നത്. ഇതെല്ലാം ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ് കേട്ടോ. വിസങ്കേതനം നിർവഹിക്കുന്ന ഘടകമാണ് ആദായി. അപ്പോൾ വിസങ്കേതനം നിർവഹിക്കുന്ന ഘടകവും ആദായിയുമാണ്. ആശയവിനിമയ പ്രക്രിയയിൽ ഉത്ഭവസ്ഥാനം, പ്രേഷകം, സഞ്ചാരപദം, ആദായി, പ്രാപ്യസ്ഥാനം എന്നിങ്ങനെ 5 ഘടകങ്ങളാണുള്ളത്. ഇതും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാം കേട്ടോ. ആശയവിനിമയ പ്രക്രിയയിലെ 5 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം വരിക. ഉത്ഭവസ്ഥാനം, പ്രേഷകം, സഞ്ചാരപദം, ആദായി, പ്രാപ്യസ്ഥാനം, ഇതാണ് 5. ഭാഷണ പ്രക്രിയയിൽ സംസാരിക്കുന്ന ആള് ഉത്ഭവസ്ഥാനവും കേൾക്കുന്ന ആള് പ്രാപ്യസ്ഥാനവുമാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉത്ഭവിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് സംസാരിക്കുന്ന ആളും പ്രാപ്യസ്ഥാനം എന്ന് പറയുന്നത് കേൾക്കുന്ന ആളുമാണ്. ഇവിടെ സഞ്ചാരപദമായിട്ട് വരുന്നത് വായുവാണ്, അന്തരീക്ഷ വായുവാണ്. ദൂരശ്രവണി, പ്രക്ഷേപണി മുതലായ യാന്ത്രികോപകരണങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തിലും ഈ ഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നു. സങ്കേത ചിഹ്നങ്ങളെ വൈദ്യുത വീജികളായിരിക്കും ഉണ്ടായിരിക്കാം. ലിഖിത സമ്പ്രദായത്തിലെ ലേഖകൻ ഉത്ഭവ കേന്ദ്രവും എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്രേഷകവും ലിപികൾ സങ്കേതവുമായിരിക്കും. കടലാസിന്റെ സ്ഥിരത എന്ന ധർമ്മമാണ് സഞ്ചാരപദമായിരിക്കുക. നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് പ്രേഷകവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു അല്ലേ. ഇനി ലിഖിതമായിട്ടുള്ള ആശയവിനിമയ സമ്പ്രദായം, അതായത് എഴുതിയിട്ടുള്ള ആശയവിനിമയ സമ്പ്രദായത്തിലാണ് പറയുന്നത്. ലേഖകനാണ് ഉത്ഭവസ്ഥാനം, വായിക്കുന്ന ആളാണ് പ്രാപ്യസ്ഥാനം. നമ്മൾ എഴുതാൻ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്, പെന്നാണോ പെൻസിലാണോ, ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്, അതാണ് പ്രേഷകം എന്ന് പറയുന്നത്. ലിപികളാണ് നമ്മൾ എഴുതിയിട്ടുള്ള അക്ഷരങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ വാക്കുകളുണ്ടല്ലോ, അതാണ് സങ്കേതനം എന്ന് പറയുന്നത്. കടലാസിനെയാണ്, അതായത് ഏത് വസ്തുവിലാണോ നമ്മൾ എഴുതുന്നത്, കടലാസിലാണോ അല്ലെങ്കിൽ ബോർഡിലാണോ ഏതിലാണോ നമ്മൾ എഴുതുന്നത്, അതിനെയാണ് സഞ്ചാരപദം എന്ന് പറയുന്നത്. വായിക്കുന്ന ആളുടെ കണ്ണിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാഡികളായിരിക്കും ആദായി. വായിക്കുന്ന ആള് പ്രാപ്യസ്ഥാനവുമാകുന്നു. പിന്നീട് പറയുന്നത് ഈ ഒരു എഴുത്തിലൂടെ, ലിഖിതത്തിലൂടെയും അല്ലെങ്കിൽ സംസാരത്തിലൂടെയും മാത്രമല്ല ആശയവിനിമയം നടക്കുന്നത്. വേറെ പല സിമ്പൽ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടും നമ്മൾ ആശയവിനിമയം പലപ്പോഴും നടത്താറുണ്ട്. അതിനുദാഹരണമായിട്ട് പറയുന്നത് തീയും പുകയും ഒക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പിന്നീട് പറയുന്നത്. തീയും പുകയും തമ്മിലുള്ള ബന്ധം കാര്യകാരണ ബന്ധമാണ്, വ്യവസ്ഥാപിതമല്ല. അതായത് തീ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പുക ഉണ്ടാകുള്ളൂ. പുക കണ്ടാൽ അവിടെ തീ കത്തി പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ അല്ലെങ്കിൽ ഒരു പുക കത്തുന്ന സ്ഥലം കണ്ടാൽ അവിടെ തീയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു സന്ദേശം തരുന്നുണ്ട് അല്ലേ. പുക കാണുമ്പോൾ അവിടെ തീ അവിടെ കത്തുന്നുണ്ട്, അതൊരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. പക്ഷെ അതൊരു ആശയവിനിമയ ഉപാധിയായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആശയവിനിമയ ഒരു കാര്യമായിട്ടൊന്നും നമുക്കതിനെ കണക്കാക്കാൻ പറ്റില്ല. അതിനാൽ ഈ സംഭവത്തെ ആശയവിനിമയം എന്ന് വ്യാഖ്യാനിക്കാനാവില്ല. സങ്കേത ചിഹ്നങ്ങളിൽ അടങ്ങിയ മാത്രകളെ വേർതിരിച്ചു കാണുകയും അവയെ എന്തെല്ലാം വിധത്തിലാണ് സംയോജിപ്പിക്കാറുള്ളത് എന്ന് വ്യക്തമാക്കുന്നതുമാണ് ഭാഷാശാസ്ത്ര പഠന ഗ്രന്ഥത്തിൽ പെടുത്തുന്നത്. സ്വനമാത്രകൾ രൂപമാത്രകളായി വികസിച്ച് രൂപമാത്രകൾ വാക്യഘടനയിൽ ഇണങ്ങിച്ചേരുന്ന വിധം ഭാഷാശാസ്ത്ര പഠന ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റെല്ലാ മാനുഷിക വൃത്തികളെന്നതുപോലെയും ഭാഷാവൃത്തിയും ചേതന പ്രതിചേഷ്ടകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയും മനോഭാഷാ വിജ്ഞാനത്തിന്റെ ലക്ഷ്യമാണ്. ഒരിടത്തു നിന്നും സന്ദേശത്തെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മറ്റൊരിടത്ത് എത്തിക്കാൻ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളാമെന്നാണ് വൃത്തപഠന സിദ്ധാന്തം മുഖ്യമായും അന്വേഷിക്കുന്നത്.
ഇവിടെ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വൃത്തപഠന സിദ്ധാന്തം എന്നുള്ളതായിരിക്കും. അതിനുത്തരമായിട്ട് വരുന്നത് ഒരിടത്തു നിന്നും സന്ദേശത്തെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മറ്റൊരിടത്ത് എത്തിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാം അല്ലെങ്കിൽ കൈക്കൊള്ളാം എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനമാണ് അല്ലെങ്കിൽ പഠന മേഖലയാണ് വൃത്തപഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഏറ്റവും വേഗത്തിൽ ആശയവിനിമയ പ്രക്രിയ നടത്തുക, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചിഹ്നങ്ങളിൽ ബാഹ്യമായ ഇടപെടലുകൾ കാരണം വ്യതിയാനം സംഭവിക്കാതിരിക്കാൻ ഇവയെല്ലാം വൃത്തസിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വൃത്തസിദ്ധാന്തത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം വരുന്നത്. അംഗവിക്ഷേപ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊന്നുണ്ട്. അംഗവിക്ഷേപ ശാസ്ത്രം എന്ന് പറയുന്നത് അംഗവിക്ഷേപങ്ങൾ മൂലം ആശയവിനിമയം നടത്തുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ആംഗ്യ രൂപത്തിലൊക്കെ ആശയവിനിമയം നടത്തൂലേ, അതും ഒരു ആശയവിനിമയ രീതിയാണ്. അപ്പം അംഗവിക്ഷേപ ശാസ്ത്രം എന്ന് പറഞ്ഞാലാണ് അംഗവിക്ഷേപങ്ങൾ മൂലം ആശയവിനിമയം നടത്തുന്നതിനെ കുറിച്ചുള്ള പഠനമാണ്. മാതൃഭാഷയുടെ ഘടനയെക്കുറിച്ച് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാനിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യവർഗത്തിന്റെ അപൂർവസിദ്ധിയായ ഭാഷയുടെ നിഗൂഢതയും സങ്കീർണതയും എത്രമാത്രമാണെന്ന് നമുക്ക് ബോധ്യമാകും. ഇനി നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആശയവിനിമയം എന്ന സങ്കല്പത്തിന്റെ 2 വ്യത്യസ്ത ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അതിനുത്തരം വരുന്നത് ആശയം ഉത്ഭവിക്കുന്ന ഘടകവും ആശയം എത്തിച്ചേരുന്ന ഘടകവും. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആശയവിനിമയം സാധ്യമാകുന്നത് എപ്പോൾ? സന്ദേശം ഉത്ഭവസ്ഥാനത്ത് നിന്നും പ്രാപ്യസ്ഥാനത്തെ എത്തുമ്പോൾ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ആശയവിനിമയത്തിലെ ഘടകങ്ങൾ ഏവ? ഉത്ഭവസ്ഥാനം, പ്രേഷകം, സഞ്ചാരപദം, ആദായി, പ്രാപ്യസ്ഥാനം. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യഭാഷയിലെ സഞ്ചാരപദം ഏതാണ്? സംസാരത്തിലെ സഞ്ചാരപദം എന്ന് പറയുന്നത് അന്തരീക്ഷ വായുവാണ്. അടുത്ത ചോദ്യം നോക്കാം. സങ്കേത ചിഹ്നങ്ങളെ അവയുടെ പൂർവ്വരൂപമായ ആശയമാക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? വിസങ്കേതനം എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. ആദായി എന്നാൽ എന്ത്? വിസങ്കേതനം നിർവഹിക്കുന്ന ഘടകത്തെയാണ് ആദായി എന്ന് പറയുന്നത്.